ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 10 തന്നിരിക്കുന്നു. 10th ടേം എന്ന് പറഞ്ഞാൽ 5 തന്നിരിക്കുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ മാറ്റാനായിട്ട് എളുപ്പമാണ്. അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തരാനായിട്ട്. നോക്കിയേ, ഫിഫ്ത്ത് ടേം 10, 10th ടേം 5. നല്ല രീതിയിലാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞേക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ 15th ടേം കണ്ടുപിടിക്കണം. 15ാമത്തെ ടേമും 25th ടേമും കണ്ടുപിടിക്കുക. നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പം അത് ആ രീതിയിൽ എടുക്കുക. വളരെ ക്യൂരിയസ് ആയിരിക്കണം ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ. ദാ നമുക്ക് പോവാം. ഓക്കെ, T5 10. T5 ഞാൻ പറഞ്ഞു. എങ്ങനെ എഴുതാം നമുക്ക്? മറക്കരുത്, a പ്ലസ് 5നെ നമുക്ക് എങ്ങനെ 4d ഈക്വൽ ടു 10. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തേക്കുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? T10 ഈക്വൽ ടു a പ്ലസ് 9d. ഒന്ന് കുറച്ച് പറയാവൂ. ദാ ഈക്വൽ ടു 5. ദെൻ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇക്വേഷനെ നമുക്ക് നോക്കാം. ദാ a പ്ലസ് 9d ഈക്വൽ ടു 5 മൈനസ് a പ്ലസ് 4d ഈക്വൽ ടു 10. 5ൽ നിന്നാണ് 10 കുറയ്ക്കേണ്ടത്. ഓക്കെ, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുക. മൈനസ് ഈസി ആയിട്ട് വരും. അപ്പോൾ എന്താ? -5 ഈക്വൽ 9dയിൽ നിന്ന് 4d കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5d. എയിൽ നിന്ന് എ പോയാൽ എന്താണ്? 0. അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. d ഈക്വൽ ഡി മാത്രമേ ഇവിടെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. എ നമുക്ക് പിന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റൂ. ഈ 5നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഇൻഡുവിൽ കിടക്കുന്ന വാല്യൂ ആണ്. ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. 5/5. ഇപ്പം ഏതൊരു വാല്യൂ ഇപ്പം നിങ്ങൾ നോക്കിയേ, ഈക്വൽ ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടൂ? 1 ആണ് കിട്ടുന്നത്. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -1 കേട്ടോ. കൺഫ്യൂഷനുള്ള കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് വാല്യൂസ് ഒരുപോലത്തെ വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും.